എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൈപ്പറമ്പ് ഭാഗത്തുള്ള ഉണ്ണികൃഷ്ണൻ എന്നു പേരുള്ള ഒരു ഫാർമർ കൃഷിക്കാരൻ്റെ പറമ്പിലാണ്. ഇത് കാണാൻ നമ്മുടെ മഴയെല്ലാം കഴിഞ്ഞു, നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഇടവേളയായിട്ട് പച്ചക്കറികളാണ് ഇവിടെ നട്ടയാണ്. നമുക്ക് നമ്മുടെ ഏക്കർ കണക്കിനുള്ള ഒരു ഭാഗത്ത് നെൽകൃഷിയാണ്, ബാക്കിയുള്ള ഭാഗത്ത് പറമ്പുകളാണ്. അപ്പോൾ ചേട്ടൻ കുറച്ചും കൂടിയും കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ പറമ്പിൽ വലിയൊരു കിണറുണ്ട്. തൃശ്ശൂർ തന്നെ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ടൊരു പ്രിസിഷൻ ഫാമിങ്, കൃത്യത കൃഷി ചെയ്യുന്ന ഒരാളാണ് ഉണ്ണികൃഷ്ണൻ ചേട്ടൻ. അതിപ്പോൾ ഇന്ന് നമ്മളിവിടെ കണ്ടു ആളുടെ കൃഷി സ്ഥലങ്ങൾ, ആളുടെ കൃഷി രീതികൾ ആൾ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ കൃത്യമായിട്ടൊരു രീതിയിൽ അത് കൃത്യമായി പഠിച്ചിട്ട് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം, ഒരു കൃഷിക്കാരാണ് അദ്ദേഹം എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഗുണമുണ്ടായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് ആളുടെ കൃഷി സ്ഥലത്ത് കൂടിയാണ്. കൃഷിപ്പാടങ്ങൾ, ഒരു സ്ഥലത്ത് പാടുണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്ത് പറമ്പുണ്ട്, തെങ്ങൻ പറമ്പുണ്ട്, ഒരുപാട് വൃക്ഷങ്ങളും നെല്ലവിടെ ഉണ്ട്. നിരയായിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ മൾച്ചിങ് ബാഗ് എന്ന് പറയാം, അപ്പോൾ അത് നമ്മൾ പൊതയിടുകയാണ്. നമ്മൾ തൈകൾ വെച്ചിട്ടുണ്ട്, സമയമാണ് ഇപ്പോൾ, അതുകൊണ്ടായിരിക്കാം ചെറിയൊരു നല്ല വെയിലല്ല, ഒന്ന് വാട്ടങ്ങാനുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, കാരണം ഈ മൾച്ചിങ് കവറിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പൈപ്പുകൾ നീളത്തിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. അത് കൃത്യം വെള്ളം, അപ്പം അപ്പുറത്ത് വലിയൊരു കിണറുണ്ട്, ആ കിണറ്റിൽ നിന്നുള്ള വെള്ളം ഈ ഫെർട്ടിഗേഷൻ വഴി കൃത്യമായിട്ട് ഈ തൈകൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. കൃത്യമായ സമയത്ത് കൃത്യമായ ഇടവേളകളിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്താ വെച്ചാൽ ഗുണമെന്ന് വെച്ചാൽ ചെടികളൊന്നും വാടിപ്പോകുന്നില്ല, എത്ര വില വെയിലാണെങ്കിലും വാടിപ്പോവില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ തന്നെ നട്ടുവെച്ച ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പണ്ടത്തെ നമുക്ക് അറിവുകൾ കൂടുതൽ നമുക്ക് കൃഷി രംഗത്ത് നമുക്ക് ഒരു വരാണ്ട് അല്ലെങ്കിൽ അഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നട്ടുവെച്ച ആയാൽ പോലും കൃത്യമായ രീതിയിൽ വെള്ളം കൊടുക്കുകയാണെങ്കിൽ അത് ചെടി വൃത്തിയായി എടുത്തോളും എന്നാണ് അദ്ദേഹം പറയുന്നത്. പുതിയ കൃഷി രീതിയെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായാൽ, അത് അനുവർത്തിക്കാൻ തയ്യാറായാൽ, നടപ്പിലാക്കാൻ തയ്യാറായാൽ, ഇതുപോലുള്ള പ്രിസിഷൻ ഫാമിംഗ് പോലുള്ള നൂതനമായ ടെക്നോളജികൾ കൂടുതലായിട്ടും നമ്മുടെ കർഷകർ പഠിച്ച് അതിലേക്ക് കൂടുതൽ വരാൻ തയ്യാറായാലും നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു കൺസ്യൂമർ സ്റ്റേറ്റിനപ്പുറം പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടുതൽ നടത്തുന്ന ഒരു സ്റ്റേറ്റായിട്ട് മാറാൻ അധികം സമയമൊന്നും വേണ്ട. പക്ഷേ നമ്മുടെ കർഷകർക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയില്ല, അതറിയാൻ ശ്രമിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പുതിയ ടെക്നോളജി കൂടുതലായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനെ വൃത്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും നമ്മുടെ വിളകളെല്ലാം കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുക. അതുവഴി കർഷകർ അവരുടെ കാർഷിക വൃത്തി കൂടുതൽ ലാഭത്തിലാവുക എന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.